കലാഭവൻ മണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യും. തൃശൂർ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. മണിയുടെ അസ്വാഭാവിക മരണത്തിൽ പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി ഇപ്പോൾ ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, എപ്പോഴായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുക? സ്വാമി, രാവിലെ 9 മണിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. തൃശൂർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉള്ളത്. ഇവിടെ തന്നെ നടപടികൾ ഉണ്ടാവുക. ഇവിടെ തന്നെയാണ് മണിയുടെ മൃതദേഹവും സൂക്ഷിച്ചിരിക്കുന്നത്. രാവിലെ 9 മണിയോടെ ഫോറൻസിക് സർജന്റെ നേതൃത്വത്തിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അസ്വാഭാവിക മരണത്തിനാണ് ചാലക്കുടി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കാരണം മണിയുടെ രക്തത്തിൽ മീഥൈൽ ആൽക്കഹോളിന്റെ അംശങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരം ഒരു നടപടികളിലേക്ക് നീങ്ങേണ്ടി വന്നത്. എത്രമാത്രം ഇതിൽ മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യമുണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെ ഇത് കടന്നു വരാനിടയാക്കിയ സാഹചര്യം, ഇത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടീം ഇത് അന്വേഷിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഡിവൈഎസ്പി കെ സുദർശന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം നടത്തുക. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഒരു സാന്നിധ്യം കൂടി ഇവിടെ ഉണ്ടാകും. ഇന്നത്തെ ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. 9 മണി മുതൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുന്ന ഏതാണ്ട് 2 മണിക്കൂറോളം എടുത്ത് ഇത് പൂർത്തിയാക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ 11:30 മണിയോടുകൂടി കേരള സംഗീത നാടക അക്കാദമി ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. 1/2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പൊതുദർശനത്തിന് ശേഷം പിന്നീട് മണിയുടെ സ്വദേശമായ ചാലക്കുടിയിലേക്ക് കൊണ്ടുപോവുകയും 3 മണിവരെ അവിടെ പൊതുദർശനത്തിന് വയ്ക്കുന്ന ബോയ്സ് ഹൈസ്കൂൾ പരിസരത്ത് പൊതുദർശനത്തിന് വെച്ച ശേഷം തുടർന്ന് 5 മണിയോടെ വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തുവാനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും 9 മണിയോടുകൂടി ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സ്വാമി, കലാഭവൻ മണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യും. തൃശൂർ മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ മൃതദേഹമുള്ളത്. രക്തത്തിൽ മീഥൈൽ ആൽക്കഹോളിന്റെ അംശം കണ്ടെത്തിയതിനെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടക്കാൻ തീരുമാനിച്ചത്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.